അയ്യോ കൃഷ്ണകുമാറിനെ ആരോ കണ്ണി കുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൽ എന്തോ സംഭവിച്ചു. ആരറിഞ്ഞു ഇതൊക്കെ? അതൊന്നും ഇവിടെ വലിയ വിഷയമൊന്നുമല്ല, ഒരു പ്രശ്നമേ അല്ല. അതിനിടയിൽ എന്തോ രൂക്ഷമായി വിമർശിച്ചു. അതുകൊണ്ട് കൃത്രിമമായ ആരോ കൃഷ്ണകുമാറിനെ കണ്ണി കുത്താൻ വേണ്ടി തിരക്കുണ്ടാക്കി, എന്നിട്ട് കണ്ണി കുത്തി എന്നൊക്കെയാണ് വന്നിരുന്ന് പറയുന്നത്. സത്യത്തിൽ ഇയാളൊക്കെ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു കാണുമെങ്കിലും ആരും മൈൻഡ് ചെയ്യാതിരിക്കുക. ഒരിക്കലും എതിർ പാർട്ടിക്കാർ വന്ന് കണ്ണി കുത്തത്തില്ല. കാരണം എന്ത് കാര്യത്തിനാണ് കുത്തുന്ന ഇയാളെ? അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ കേസ് കിട്ടേണ്ട ആവശ്യം എന്തോ? എല്ലാവർക്കും എല്ലാം അറിയാം എന്ത് ചെയ്യണമെന്ന് എങ്ങനെയാണെന്നൊക്കെ. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊന്നും വന്ന് ആരും കുത്തത്തില്ല. ഇത് പൊട്ടന്മാർ വട്ടം കൂടി അതിൻ്റെ കുഴപ്പമാണ്. തീരെ വിവരം വിദ്യാഭ്യാസം ബോധം വെളിവും ഇല്ലാത്തവന്മാർ കൂട്ടം കൂടി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് പേർക്ക് കണ്ണി കുത്ത്, ചവിട്ട്, മെതിക്കല്, നേരത്തെ വീണ് കിടന്നാൽ പോലും ചവിട്ടിക്കേണ്ടൊക്കെ ഓടിക്കളയും. ഒരുപാട് അപകടം ഉണ്ടാവും. ഈ പൊട്ടന്മാർ കൂട്ടം കൂടിയാൽ അടി വരെയൊക്കെ ഉണ്ടാകുന്ന കണ്ടിട്ടില്ല. പലയിടത്തും അടി ഉണ്ടാവും, തമ്മിത്തല്ല്, കച്ചറ. വല്ല കള്ളു പിടിച്ച് ബോധമില്ലാത്ത ഏതെങ്കിലും മറ്റേ ചാണക സീനായിരിക്കുമെന്ന്. അവന്മാർക്ക് ബോധവും ഇല്ല. അതിനിടയിൽ പോയി നിൽക്കുന്ന വേറൊരു മണ്ടനാണ് ഇയാൾ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ വെളിവില്ലാത്തവന്മാരൊക്കെ കിടന്ന് വേണ്ട തിരക്ക് കാണിച്ചായി പറ്റിയത്. എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഈ പറഞ്ഞ ഉന്തിക്കയറ്റും തള്ളിക്കയറ്റും ആലമ്പും കച്ചറ ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരെല്ലാം കൂടെ കയറി വേറൊരു പാർട്ടിയിൽ എടുക്കാത്ത കുറേ എണ്ണത്തിന് എടുത്ത് BJP എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ആലമ്പായിട്ട് നടന്നവന്മാരൊക്കെ എന്താ പറയുക, പിന്നീട് കാണുന്നത് പാർട്ടികളിൽ നിന്നെല്ലാം കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും മറ്റേതിനകത്ത് മറിച്ചകത്ത് എല്ലാം പോയി ASF YF എന്നൊക്കെ പറഞ്ഞ് കുറേ ഈ സംഘടനയൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അവസാനം എല്ലായിടത്തും പുറത്താക്കും. പിന്നെ അവർ BJP ഒരു ആകെയൊക്കെ കെട്ടിയങ്ങ് ഇറങ്ങും. അങ്ങനെ ഒത്തിരി പേര് നിങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ? അപ്പോൾ അവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടി അങ്ങനെ ഇരിക്കും. അതിനകത്തൊരു നേതാവ്, ഇതുപോലെ ആർക്കും വേണ്ടാത്ത എല്ലാ വേസ്റ്റുകളും ഒരു പാർട്ടിയിൽ എടുക്കാത്ത സുരേഷ് ഗോപി, ഇയാൾ, ഇങ്ങനെയുള്ള സിനിമാടന്മാരുണ്ട്. ഇതിനെയൊക്കെ എടുത്ത് BJP കയറ്റും. എന്നിട്ട് ഈ പൊട്ടന്മാർ നടന്ന് ഓരോ മണ്ടത്തരം പറയും. ഇയാളൊക്കെ എന്തോരം വിട്ടിട്ടാണ് പറയുന്നത് അല്ലേ? മണ്ടത്തരങ്ങൾ. അയ്യോ, ഇങ്ങനെ മണ്ടത്തരം എങ്ങനെ പഠിക്കുന്ന, എങ്ങനെ മനസ്സിലാക്കുന്നുള്ളത്? മണ്ടത്തരം മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു പ്രത്യേക കഴിവ് വേണം. അല്ലാതെ സാധാരണപ്പെട്ട ആൾക്കാർക്കൊന്നും ഇപ്പോൾ അങ്ങനെ അത്രയും മണ്ടത്തരങ്ങൾ ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആലോചിച്ചൊരു പൊട്ടത്തരം പറയാമെന്ന് വിചാരിച്ചാൽ എത്രത്തോളം പറ്റും? ഇവർക്കത് നാച്ചുറലി വരുന്നുണ്ടെന്ന് അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. വിഡ്ഢിത്തരം തന്നെ പറയും. ഇപ്പോൾ കണ്ടില്ലേ, കണ്ണി കുത്താൻ വേണ്ടി കൃത്രിമമായ തിരക്കുണ്ടാക്കിയെന്ന്. ഏതോ ഒന്നും തള്ളും ഉണ്ടായി കച്ചറകൾ വന്നതുകൊണ്ട് സംഭവിച്ചു പോയാൽ ഉടനെ പുള്ളി വളച്ചൊടിക്കുക. ഇതൊക്കെ കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതാ വേറൊരു കോമഡി. അതല്ല, ഇയാളെ ആര് മൈൻഡ് ചെയ്യുന്നു? ഇലക്ഷൻ എടുത്തേണ്ട അമ്മി പോലെ നിൽക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇയാളെ ഒന്നും എണ്ണത്തിൽ പോലും കൂട്ടിയിട്ടില്ല ഒരിടത്ത്. ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അതുപോലെ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ട്. സുരേഷ് ഗോപി പിന്നെ മൈൻഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഈ മണ്ടത്തിലൊക്കെ കാണിക്കുമ്പോൾ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഇയാൾക്കൊന്നും ഒരിക്കലും ഒരു പ്ലാൻ ഉണ്ടാവില്ല. പിന്നെ ഈ ഫണ്ട് BJPയുടെ നേതാക്കന്മാർക്ക് കുറച്ച് പൈസയൊക്കെ എത്തുന്നുണ്ട്. അതൊക്കെ മേടിച്ച് നല്ല സുഖമായിട്ട് കൂട്ടടിച്ചിരിക്കാം. ഇപ്പോൾ K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ എവിടെ നിന്ന് വന്നാണ് ഇപ്പോൾ അയാൾ മകളുടെ കല്യാണമൊക്കെ നടത്തുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ കണ്ടില്ല. അതിപ്പോൾ ഏത് പാർട്ടിയിലാണെങ്കിലും ഉണ്ട്, കോൺഗ്രസിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇവർക്ക്. പക്ഷേ BJP കുറച്ച് ഫണ്ടിങ് കൂടുതലാണ്. കയറുന്നവന്മാർക്കൊക്കെ നല്ല കോളാണ്. അപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞൊരു പാർട്ടി, പ്രത്യേകിച്ച് മണ്ടന്മാരാണ്, സൂപ്പറാണ്, അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ കാശും കൊടുത്ത് അങ്ങ് ഇറക്കി വിടും ഓരോന്ന് കാണിച്ചോളെ. എന്ത് പാർട്ടി, ഇത്ര ഫ്രീക്ക് പാർട്ടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. എന്തൊരു ഫ്രീക്കന്മാരെല്ലാം. ശ്രദ്ധിച്ചില്ലേ? സുരേഷ് ഗോപി, ഉള്ളിസുര, മറ്റേ മഞ്ഞൾ ശോഭ, ഒട്ടകം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരെ എനിക്ക് ഇവരൊന്നും പേരൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ പേരുണ്ട്, വേറെ ഇണക്കുണ്ട്. പിന്നെ മറ്റേ നിരീക്ഷകൻ, എല്ലാവരും കണക്കാ, ഒന്നിനൊന്നിനും മെച്ചം. കുമ്മനം മാത്രമേ ഉള്ളൂ കുറച്ച് മാന്യനെന്ന് തോന്നുന്നു, ഒരു പാവ മനുഷ്യൻ. ബാക്കി എല്ലാം കള്ളന്മാരാ അല്ലേ? അതുകൊണ്ട് കുമ്മനത്തിനൊക്കെ ഒതുക്കി അങ്ങ് സൈഡാക്കി കുമ്മനെ. പിന്നെ മറ്റേ TG മോഹൻദാസോ അങ്ങനെ ഒരാൾ TV-യിലൊക്കെ വന്ന് സംസാരിക്കും. അത് പിന്നെ കുറച്ചുകൂടി ബോധമുള്ള രീതിയിൽ പല കാര്യങ്ങൾ പറയാറുണ്ട്. എപ്പോഴും ബോധക്കേടുന്നില്ല, മനഃപൂർവ്വം ബോധക്കേട് അഭിനയിക്കുന്ന ബോധം കെട്ട് കിടന്നേക്കാം എന്നൊക്കെ പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ മാത്രമേ വന്ന് പൊട്ടത്തരം പറയത്തുള്ളൂ. അല്ലാതെ കറക്റ്റ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കുമ്മനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളതാണ്. കുമ്മനടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോമഡിയൊക്കെ പറഞ്ഞ് ഞാനും ട്രോളൊക്കെ ഇടും. പക്ഷെ എങ്കിൽ പോലും പിന്നീടൊക്കെ ആലോചിക്കുമ്പോഴേ അതൊന്നും കുഴപ്പമില്ല എന്ന്. അതൊക്കെ മേലെ ഇപ്പോൾ വന്നേക്കുന്ന ഈ ഊളകളൊക്കെ വെറും കഞ്ഞി ഇടപാട് നടത്തുന്ന ആൾക്കാരില്ലേ, ഒരു ഇതേപോലെ കണ്ടില്ലേ കണ്ണിക്കുത്തിയെന്ന്. ആരോ മനഃപൂർവ്വം തിരക്കുകൾ ഉണ്ടാക്കി, തിരമാല ഉണ്ടാക്കി, മറ്റേ സൗദി ദുബൈയിൽ മഴ പെയ്ച്ച പോലെ എന്നൊക്കെ മറ്റേ ക്ലൗഡ് സീഡിങ്ങോ അതിൻ്റെ പരിപാടി നടത്തിയിട്ട് മഴ പെയ്ച്ചോ അതൊക്കെ കേട്ടിട്ട് ഇപ്പുറത്ത് വന്നപ്പോൾ കണ്ണി കുത്തിയപ്പോൾ പറയാം ആരോ കൃത്രിമമായി തിരക്കുണ്ടാക്കി എൻ്റെ കണ്ണി കുത്തിയെന്ന്. ഒരു പട്ടിക്കും കുത്തണ്ട, ആരും മൈൻഡ് ചെയ്യത്തില്ല. ഇവനെയൊക്കെ ആരാ മൈൻഡ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അവിടെ കോമ്പറ്റീഷൻ വേറെ 2 പാർട്ടികൾ തമ്മിൽ നടക്കുന്നുണ്ട്. ഇയാളതിനിടയിൽ എന്ത് ചെയ്യാനാ? അഥവാ BJP എങ്ങാനും ഇവിടെ ഹോൾഡ് ആയാൽ ഇവനെയൊക്കെ എടുത്ത് ആദ്യം തോട്ടിക്കളയും, അത് ഉറപ്പാണ്. അതിനുള്ള ക്വാളിറ്റിയൊക്കെ ഇവൻ എന്ത് പേര് ഈ കൃഷ്ണകുമാറിനൊക്കെ ഉള്ളൂ. സുരേഷ് ഗോപി പിന്നെയും പിടിച്ചു നിൽക്കും. കാരണം സുരേഷ് ഗോപി ഇത്രയ്ക്കും സംസാരിക്കുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചറിയാൻ കുറേ അറിവൊക്കെ ഉണ്ട്. ഇയാൾ ഈ പറയുന്ന പോലെ ഇത്രയും വിട്ടിത്തരം പറയത്തില്ല. ഞാനും ചാണകം നീയും ചാണകം എന്നൊക്കെ പറയുന്ന മണ്ടനെയൊക്കെ ആരുടെ കണ്ണി കുത്തുന്നത്? നിൻ്റെ ഉള്ളിലും ചാണകം, എൻ്റെ ഉള്ളിലും ചാണകം വന്നു, നമ്മളെല്ലാം ചാണകമാണ് എന്ന് പറഞ്ഞാൽ ഈ മണ്ടൻ്റെ കണ്ണിൽ ആരായിരിക്കും കുത്തുന്നത്?
അത്രയും മണ്ടത്തിലുള്ള വേറൊരാൾ വരണം. അതായാലും മറ്റ് പാർട്ടികളിലില്ല. അത് ഏകദേശം ഉറപ്പാണ്. അത് ഈ പാർട്ടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത്രയും മണ്ടത്തരം താങ്ങാൻ ശേഷിയുള്ളൂ. അതുകൊണ്ടാണല്ലോ അവർ ഇവൻ വരുമ്പോൾ അവിടെ കൂടുന്നത്. അപ്പോൾ ഇങ്ങനൊരു മണ്ടനെ കാണാൻ ഈ ഞാനും ചാണകം നീയും ചാണകം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ ചാണകങ്ങളെല്ലാം കൂടെ വന്നിട്ട് അങ്ങനത്തെ തിരുമണ്ടന്മാർ വരും. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ബുദ്ധിയില്ലെങ്കിലല്ലേ ഇതൊക്കെ കേട്ടിട്ട് ഇയാളെ ലീഡറാക്കാനുള്ളൊരു തോട്ട് വരത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളൊരാളെ സംസാരിക്കുന്നത് കേട്ടു, അയാൾ പറയാ നിന്റെ ഉള്ളിലും ചാണകം എൻ്റെ ഉള്ളിലും ചാണകം, ഞാൻ മറ്റേ കുമ്പിൾ കുത്തുന്ന കണ്ട് നോക്കിയിരുന്ന് രസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ മണ്ടത്തിലൊക്കെ പറയുന്ന നല്ല വെടലത്തില പുള്ളിയുടെ കുറേ കോമഡികളുണ്ട് ഇതുപോലത്തെ. പല സാഹചര്യത്തിലും വന്ന് മണ്ടത്തരം പറയുന്ന ഒരാളെ ലീഡറാക്കാൻ എന്ത് തരം ബുദ്ധിയുള്ളവർക്കായിരിക്കും പറ്റുന്നത്? അത് അത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാർ വരണം. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒന്നും തള്ളും ഉണ്ടാവും. കണ്ണി കുത്തും, കാല ചവിട്ടും, ചിലപ്പോൾ ഒന്ന് ഉളുക്കും, ചതയും. ഇതൊക്കെ സ്വാഭാവികം. അതിന് വേറെ കൃത്രിമമായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൃത്രിമമൊന്നുമല്ല. അവിടെ സംഭവിക്കേണ്ട കാര്യം സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിന് കൃഷ്ണകുമാർ ഇടുന്നുണ്ട് വേറെ ഏതോ ആരാണ്ട് വന്ന് ചെയ്ത പോലെയൊക്കെ ആക്കി തീർത്തിട്ട് പിന്നെ കണ്ണിക്കുത്താൻ വന്നേക്കുമല്ലേ. കോമഡി അല്ലേ? എന്ത് ഇങ്ങനെ കോമഡി പറയാം? എങ്ങനെ പറ്റുന്നു? ഇത് കേട്ട് വിശ്വസിക്കുന്ന കുറേ എണ്ണം ഉണ്ട് താനും. അവന്മാർ പിന്നെ വിശ്വസിച്ചല്ലേ വരത്തുള്ളൂ. അവർ മറ്റേ ചാണകം നീയും ചാണകം ഞാനും ചാണകം, പിന്നെ ആ ചാണകം പറഞ്ഞാൽ ഈ ചാണകം കേൾക്കാതിരിക്കാൻ പറ്റൂ? കേൾക്കാതിരിക്കില്ല, കേട്ടാൽ അത് അങ്ങനെ മനസ്സിലാക്കാനും പറ്റും അവർക്ക്. അവർ കൃത്യമായിട്ടത് മനസ്സിലാവും. വേറെ ആർക്കും ഇത് കേട്ടാൽ മനസ്സിലാകത്തില്ലെന്ന് ഇവരുടെ ഈ കോഡ്. എങ്ങനെ സാധിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകത്ത്. അല്ല, ഇങ്ങനെ പറഞ്ഞ ഒരാളെ പിന്നെ ബോധമുള്ളൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുമോ? പിന്നെ എന്ത് പറഞ്ഞാലും ഒന്ന് ശ്രദ്ധിക്കത്തില്ല. ഇവൻ ഇങ്ങനെ പറയുന്നത്, ഇവൻ എന്തോ വിട്ടത്തിനും പറയാൻ വന്നേക്കുവാ. പറഞ്ഞു ഇപ്പം പറഞ്ഞു പൊട്ടം പറഞ്ഞേന്ന് പറയും. അതാ നമ്മളൊക്കെ എങ്ങനെയാ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വരാറുണ്ട് അല്ലേ? എല്ലാവരുടെയും ഗ്രൂപ്പിൽ കാണത്തില്ല ഇങ്ങനത്തെ മണ്ടൻ. നീയും ചാണകം ഞാനും ചാണകം എന്നൊക്കെ പറയുന്ന മണ്ടനൊക്കെ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലുണ്ട്. എനിക്കുണ്ട് അങ്ങനെ ചില ഫ്രണ്ട്സൊക്കെ. പിന്നെ അവർ വരുമ്പോൾ നമുക്കൊരു തമാശയാണ്. അപ്പോൾ സുരേഷ് ഗോപി വന്ന് ഇലക്ഷൻ മത്സരിക്കുന്നു, ഇയാൾ ഇലക്ഷൻ മത്സരിക്കുന്നു, തമാശയാണ്. അതൊക്കെ സീരിയസ് ആക്കാനൊന്നും ഇല്ല. നമ്മളെ കോമഡിയൊക്കെ കണ്ട് രസിക്കും അല്ലേ? ശരിയല്ലേ? അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയരുത് നിങ്ങൾ എന്താ ചെയ്യുന്നത്. ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കുന്ന ആൾക്കാരില്ല. അതുപോലത്തെ ആളുകൾ ടോപ്പാണ്. പിന്നെ അങ്ങനെ നമ്മൾ ഒഴിവാക്കിയ ചിലവന്മാർ ചിലപ്പോൾ ഇവരുടെയൊക്കെ പാർട്ടി കയറി ഇയാളെ ലീഡറാന്ന് പറഞ്ഞ് നടപ്പുണ്ടാവും. ചിലപ്പോൾ ജയ്യൊക്കെ വിളിച്ചിട്ട് ജയ് കൃഷ്ണകുമാർ ജി എന്ന്. എന്തോ കാര്യം നിനക്കറിയത്തില്ലേ? പുള്ളി കണ്ടുപിടിച്ചതാ നീയും ചാണകം ഞാനും ചാണകം തിയറി ഓഫ് ജി കൃഷ്ണ ജി.